ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ആദ്യം തന്നെ. എനിക്ക് ഈ പ്രസംഗിച്ചിട്ട് അധികം പരിചയമില്ല കേട്ടോ, അതാദ്യം പറയാം. പ്രസംഗിക്കുന്നതിനോട് വലിയ താല്പര്യവുമില്ല. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഞാനൊരു ചോദ്യം ആദ്യം ചോദിക്കാം. ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യവും കൺസോളിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും കൺസോളിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും എന്ന് മനസ്സിലുള്ളവരൊന്ന് കൈപൊക്കിയേ. ഇതാണ് കൺസോൾ. ഞാനൊന്നും പറയണ്ട, ഒന്നും പറയാതെ തന്നെ നിങ്ങളെല്ലാവരും കൺസോളിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ആ മാനസിക അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ആ അവസ്ഥയ്ക്ക് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ്. ഈ കൺസോളിങ് ദ ഫ്യൂച്ചർ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യം എന്നെക്കുറിച്ചൊരു 2 വാക്ക് പറയാം. എന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇവിടെ എന്നെ അറിയുന്നവർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. താഹിർ, എൻ്റെ കൂടെ പഠിച്ച താഹിർ കൈപോക്കിയുണ്ട്, മുബാറക്ക് കൈപോക്കിയുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് എന്നെക്കുറിച്ച് അറിയുള്ളൂ. ഞാൻ നിങ്ങളെപ്പോലെ ഒരു 10-30 വർഷം പല ഗൾഫ് രാജ്യങ്ങളിലും കറങ്ങി തിരിഞ്ഞ ഒരു വ്യക്തിയാണ്. കുവൈത്തിൽ നിന്ന് പ്രവാസം തുടങ്ങി 10-15 വർഷം കുവൈറ്റിൽ നിന്ന് അവിടുന്ന് വീണ്ടും ബഹ്റൈനിൽ കുറച്ച് കാലം പോയി, പിന്നെ ദുബായിൽ കുറച്ച് കാലം പോയി, ഷാർജയിൽ കുറച്ച് കാലം പോയി, അവസാനം ഷാർജയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗൾഫ് കൺട്രീസ് കറങ്ങാനുള്ള ഒരു യോഗം കിട്ടിയിട്ടുണ്ട്. ഈ കൺസോളുമായിട്ട് ബന്ധപ്പെടുന്നത് ഏതാണ്ട് ഇത് തുടങ്ങിയ സമയം തൊട്ട് കൺസോളിൻ്റെ ഒരു എന്താ പറയുക, കൺസോളിൻ്റെ ഒരു പാർട്ടായിട്ട് പ്രത്യക്ഷത്തിലില്ലെങ്കിലും പരോക്ഷമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ അധികം പബ്ലിക് പരിപാടികളിലൊന്നും നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളും കൂടിയാണ്. മെയിനായിട്ട് എൻ്റെ പരിപാടി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ്സാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. മോട്ടിവേഷണൽ സ്പീച്ച് ഇടയ്ക്ക് ചെയ്യാറുണ്ട്, കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ജമാൽ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വരണം, ഒന്ന് അറ്റൻഡ് ചെയ്യണം നീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് വലിയ ചിലവല്ല ജമാൽ, വെറുതെ അതിന് ബുദ്ധിമുട്ടണോ, അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ശരിക്കും തോന്നുന്നു അതിനൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും കൺസോളിനെ സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ എന്തെങ്കിലും പറയേണ്ട യാതൊരു ആവശ്യവും വാസ്തവം പറഞ്ഞാൽ ഇല്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ, ഈ എന്തായിരിക്കണം ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ചാരിറ്റി ഓർഗനൈസേഷന് സസ്റ്റൈനബിലിറ്റി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ചാരിറ്റി ഓർഗനൈസേഷൻ നമ്മൾ നോക്കുമ്പോൾ സംഭാവന കൊണ്ട് നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ചാരിറ്റി ഓർഗനൈസേഷൻ. സംഭാവന ആൾക്കാർ കൊടുത്തില്ലെങ്കിൽ ഈ ഓർഗനൈസേഷന് പ്രസക്തി ഇല്ലാതാവും. അപ്പം എങ്ങനെ ഇതിനൊരു സസ്റ്റൈനബിൾ ലെവലിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈ സസ്റ്റൈനബിൾ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം എടുക്കുക. ആ ബിസിനസ് സ്ഥാപനത്തിന് ചിലപ്പോൾ 1-2 പ്രോഡക്റ്റ് ഉണ്ടാവും, ഒരു 10-15 പ്രോഡക്റ്റ് ഉണ്ടാവും. അതിൽ 1-2 പ്രോഡക്റ്റ് ആയിരിക്കും വളരെ നന്നായി കച്ചവടം ചെയ്തു പോകുന്നത്. അത് സ്റ്റാർ പ്രോഡക്റ്റ് ആയിരിക്കും അവരെ. ആ പ്രോഡക്റ്റുകൾ കുറച്ചു കാലം പോകും, പിന്നെ കോമ്പറ്റീഷൻ വരും, അതിൽ നല്ല പ്രോഡക്റ്റുകൾ വരും. ആ സമയത്ത് ഇവർ കിടന്നുറങ്ങിയാൽ നമ്മളെ അംബാസഡർ കാറിനുണ്ടായ ഗതി വരും അല്ലേ? അംബാസഡർ കാറിൻ്റെ കഥ നിങ്ങൾക്കൊക്കെ അറിയാലോ. അംബാസഡർ കാർ വിചാരിച്ചു കോണ്ടസ പോലുള്ള വലിയ വണ്ടി ഉണ്ടാക്കലാണ് നല്ലതെന്ന് വിചാരിച്ചു ആദ്യം അല്ലേ? പക്ഷേ ഈ അണുകുടുംബം എന്നുള്ള കൺസെപ്റ്റാണ് നാട്ടിൽ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവർ ബോധവാന്മാരായില്ല. ആ ബോധവാന്മാരായ മാരുതി മാർക്കറ്റിൽ വന്നു, അവർ പിടിച്ചടക്കിയെല്ലാം. ഇതാണ് ജനറലായിട്ട് ബിസിനസ് ലോകത്ത് സംഭവിക്കുന്നത്. ഈ ചാരിറ്റി ഓർഗനൈസേഷനും നിലനിൽക്കുന്നുണ്ടെങ്കിൽ
കാലങ്ങൾക്കനുസരിച്ച് മാറാൻ പറ്റണം, അല്ലെങ്കിൽ കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് നമുക്ക് മാറാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ ഇവിടെ കൺസോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 10-14 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യമാണ്. ഒരേ കാര്യം എന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത്? വൃക്കരോഗികൾക്ക് അവർക്ക് ആവശ്യമായ ഡയാലിസിസിനുള്ള കൂപ്പൺ കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നു, അവരുടെ കുടുംബത്തെ ഒരു സാന്ത്വനം അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ചെയ്തത്. അതിലേക്ക് നമ്മളൊക്കെ സഹായം കൊടുക്കുന്നു, അതുകൊണ്ട് അവർ അങ്ങനെ കൊണ്ടുപോകും. ഇത് 14 വർഷമായിട്ട് ഒരേപോലെ പോവുകയാണ്. ഈ 14 വർഷമായിട്ട് പോകുമ്പോൾ ഈ സംഘടനയുടെ പിന്നിലുണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. ആദ്യം ഒരു 19 ആളുണ്ടായിരുന്നു എൻ്റെ അറിവ് ട്രസ്റ്റി ആയിട്ട്. ഇപ്പം അതൊരു 12 ആൾക്കാരായി കുറഞ്ഞു. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പൈസ മാത്രം ഉണ്ടായാൽ പോരാ. നമ്മൾ പൈസ കൊടുക്കുന്നത് ഒരു സൈഡ്, പക്ഷേ ഈ പൈസ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ, സ്തുത്യർഹമായ രീതിയിൽ, ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ കൊണ്ട് നടക്കേണ്ട ആൾക്കാർ വേണം. ആ ആൾക്കാരുണ്ടായാലേ ഈ സംഘടന മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരാളും സഹായിക്കാനില്ലെങ്കിലും ഈ സംഘടനയെ നിലനിർത്താൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ്. ഈ എന്നും സ്ഥിരമായിട്ട് ഇങ്ങനെ കറവ പശുക്കളെ പോലെ കൊടുത്തുകൊണ്ടിരിക്കുന്ന NRI സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ. പക്ഷേ അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കണ്ടു കൊറോണ പോലെയുള്ള കാലഘട്ടങ്ങൾ, ആ സമയത്തുള്ള വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് സംഘടന എത്തിപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇപ്പം തന്നെ അവർ പറഞ്ഞു 65 ആൾക്കേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ, 5-10 ആപ്ലിക്കേഷൻ കയ്യിലിരിക്കുകയാണ്, അത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഫണ്ട് വരവ് നാച്ചുറലായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കുറയുന്ന കാര്യത്തെ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ ഒരു ചിന്ത ഈ ഓർഗനൈസേഷനിൽ വന്നപ്പോഴാണ് അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു മാർഗം നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇന്ന് നമ്മൾ വന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പദ്ധതി 2 ഫോൾഡായിട്ടുള്ള പദ്ധതിയാണ്. അതായത് നമുക്ക് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മാനുഷിക വിഭവശേഷി വേണം, അതോടുകൂടി തന്നെ സാമ്പത്തിക ശേഷിയും വേണം. ഈ സംഘടനയ്ക്ക് ഒരു 12 സെൻറ്റ് ഭൂമിയുണ്ട്. ആ 12 സെൻറ്റ് ഭൂമിയിൽ, ഈ ട്രസ്റ്റിന് 12 സെൻറ്റ് ഭൂമിയിൽ ഒരു തറപ്പണി കഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ തറപ്പണി കഴിഞ്ഞു കിടക്കുന്നതിൻ്റെ ഒരു ബിൽഡിങ് അതിലുണ്ടാക്കണം. ഈ ബിൽഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ബിൽഡിങ് ഉണ്ടാക്കിയ വരുമാനം ഉണ്ടാവില്ലല്ലോ. ബിൽഡിങ്ങിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ എന്താ ഉള്ളത്? അത് ഷോപ്പായിട്ട് കൊടുക്കാനല്ല, ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് അനുയോജ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ ജീറിയാട്രിക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. അതായത് പ്രായമായി വളരെയധികം ബുദ്ധിമുട്ടി കിടക്കുന്ന, ഇപ്പോൾ NRIയിൽ പോലുള്ള നമ്മളെ പോലുള്ള ആൾക്കാരുകളുടെയൊക്കെ വൃദ്ധരായ മാതാപിതാക്കൾ ചില സമയത്തൊക്കെ ഇന്നത്തെ ഹോസ്പിറ്റൽസിൻ്റെ ക്രൂരമായ കൈകളിലേക്ക് പെടുമ്പോൾ ICUവിൽ ഒരു കാരണവശാലും ICUവിൽ വേണ്ടാത്ത ഒരാളെ കൊണ്ടുപോയിട്ട് ICUവിൽ ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് കിടത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനെ സംരക്ഷിക്കാൻ, അവർക്ക് ഒരു കുടുംബം പോലെ അവരെ നടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കേന്ദ്രം ഉണ്ടാക്കുക, ഒരു ജീറിയാട്രിക് സപ്പോർട്ട് സെൻറ്റർ, അത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. അതോടുകൂടെ തന്നെ ഈ വൃക്കരോഗം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്നതാണ്, വളരെയധികം വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ്. സെൻറ്റ് തോമസ് കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു. അയാൾ ഒരു 10-50 വയസ്സ് വരെ
ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ച് നടന്നിരുന്ന ആളാണ്. 50-52 വയസ്സിൽ ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തലചുറ്റി വീഴുകയാണ്. ആ തലചുറ്റി വീണ ആളെ എടുത്തിട്ട് കൊണ്ടുപോയി നോക്കുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവല് 600ആണ്. ഞാൻ പറയുന്നത് ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം വിവേകമുള്ള ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് പറയുന്നത്. അന്ന് തൊട്ട് അയാൾ ഡയാലിസിസിലാണ്. അയാളുടെ വൃക്ക കംപ്ലീറ്റ് പോയി. 3 പ്രാവശ്യം ഡയാലിസിസായി. കഴിഞ്ഞ മാസം അദ്ദേഹം മരിച്ചു. അപ്പോൾ ഈ രോഗം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നു കഴിയുന്ന ഒന്നാമത്തെ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത ഏറ്റവും വലിയ പ്രശ്നം. ആ ബോധവാന്മാരായവർ തന്നെ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിലെത്തിയാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമയനഷ്ടമാണ് സംഭവിക്കുന്നത്. 3 പ്രാവശ്യമൊക്കെ ഡയാലിസിസിന് പോകുക എന്ന് വെച്ചാൽ ഉണ്ടാവുന്ന പ്രായോഗികമായ സമയനഷ്ടങ്ങൾ, അതോടുകൂടെ സാമ്പത്തികമായ നഷ്ടങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾക്ക് ആ ഒരു കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ഒരു മാനസികമായ പിന്തുണയും കൂടി കൊടുക്കാൻ കൺസോളിന് പറ്റണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കൗൺസിലിംഗ് സെൻറ്റർ ഇതിൻ്റെ പാർട്ടായിട്ട്, നമ്മുടെ സെൻറ്ററിൻ്റെ പാർട്ടായിട്ട് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ അവിടേക്ക് വരുന്ന ഇപ്പോൾ ഈ ഡയാലിസിസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കുടുംബങ്ങൾക്ക് അവർക്ക് ഒരു സപ്പോർട്ട് സെൻറ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാവുക. അപ്പോൾ ജീറിയാട്രിക് സെൻ്ററായി ആസ്ഥാന മന്ദിരം, ഈ സപ്പോർട്ട് സെൻറ്ററും കൂടി ഉണ്ടാവുന്ന ഒരവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കൺസോള് ഫ്യൂച്ചറിലേക്ക് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് പ്രായമായവർക്കാണ് ഈ അസുഖങ്ങൾ കൂടുതൽ വരിക എന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യം എല്ലാവരും ശരിക്കും ഒന്ന് ആലോചിക്കുക. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ വളരുന്ന മക്കളുടെ അവസ്ഥ. കാരണം എനിക്കുള്ള അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ചെറുപ്പത്തിലെ കുട്ടികൾ വളരുമ്പോൾ ഭൂരിഭാഗം കുട്ടികളും വളരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണശീലം ഫാസ്റ്റ് ഫുഡ് ലൈഫാണ്. KFCയും മക്ഡൊണാൾഡ്സും മാത്രമാണ് ജീവിതത്തിൽ നല്ല ഭക്ഷണം എന്ന് കരുതിയിരിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. ഈ തലമുറയുടെ ഒരു 30-35 വയസ്സാകുമ്പോഴേക്ക് ഭൂരിഭാഗം കുട്ടികൾക്കും നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അവരൊരു 50-45-50 വയസ്സാകുമ്പോഴുള്ള അവരുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഭക്ഷണക്രമത്തിൽ ആ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം തൊട്ട് നമ്മൾ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിൽ ഒരു അവബോധം സൃഷ്ടിക്കുന്ന ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് ഈ കുട്ടികളെ തന്നെ അതിലേക്ക് മാറ്റി നല്ല ഭക്ഷണശീലത്തിലേക്ക് മാറ്റി കൊണ്ടുവരേണ്ട ഒരു ചുമതലയും കൂടി കൺസോൾ പോലെയുള്ള സംഘടനകൾക്കുണ്ട്. അതായത് പ്രിവെൻഷനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, അല്ലേ? ആ പ്രിവെൻഷന് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഈ വക കാര്യത്തിനൊക്കെ ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു പ്രപ്പോസൽ എന്താണെന്ന് വെച്ചാൽ, ഈ ട്രസ്റ്റികളായിട്ട് ചേരാൻ താല്പര്യമുള്ള ആൾക്കാരെ ഈ ട്രസ്റ്റിലേക്ക് എടുക്കാൻ അവരുദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ 10-12 ആൾക്കാരേ ഉള്ളൂ ട്രസ്റ്റികളായിട്ട്. അപ്പോൾ ആ ട്രസ്റ്റികളായിട്ട് കൺസോളിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർ ആ ട്രസ്റ്റികളായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ
റിലേഷൻസും അവരുടെ സാമ്പത്തിക കാര്യങ്ങളും അവരുടെ മറ്റ് ഏതൊക്കെ രീതിയിൽ അവർക്ക് കൺസോളിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, സാമ്പത്തികം അല്ലാതെ തന്നെ വേറെ എന്തൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെയുള്ള രീതിയിൽ കൺസോളിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഭാരവാഹികളായിട്ട് ബന്ധപ്പെടുക. ഒരു ട്രസ്റ്റി ആയിട്ട് വരുമ്പോൾ ഈ ബിൽഡിംഗ് ഫണ്ടിലേക്ക് ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1,00,000 രൂപ സംഭാവനയായി കൊടുക്കേണ്ടതുണ്ട്. ആ 1,00,000 രൂപ സംഭാവനയായിട്ട് മേടിക്കുന്നത് ഡയാലിസിസ് കൂപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അത് പ്യുവർലി ഫോർ ഡെവലപ്മെൻറ്റ് ഫണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കൊരു ട്രസ്റ്റി ആയിട്ട് ഇതിലിരിക്കുകയും ചെയ്യാം, അതിന് അതേസമയം ഈ ബിൽഡിംഗ് ഫണ്ടിന് അവർക്കൊരു സംഭാവന കൊടുക്കുകയും ചെയ്യാം. പിന്നെ അവരുടെ ബന്ധപ്പെട്ടത് അവരുടെ നെറ്റ്വർക്കിലുള്ള ആൾക്കാരെ മുഴുവൻ ഇതിലേക്ക് സ്വാധീനിച്ച് സംഭാവന കിട്ടി ആ സംഭാവന കൊണ്ട് വേണം ഈ ഒരു ബിൽഡിങ് ഡെവലപ്പ് ചെയ്തു വരാൻ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, അതായത് ഗൾഫിൽ ജീവിതകാലം മുഴുവൻ ഹോമിക്കപ്പെടേണ്ടുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് നമ്മളൊക്കെ, അല്ലേ? നമ്മൾക്കൊക്കെ ആ അനുഭവമാണുള്ളത്. നമ്മൾ പോവുക, അവിടെ പോയിട്ട് നാട്ടുകാരെയും കുടുംബങ്ങളെയും നന്നാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. ഇവിടെ വന്ന് നോക്കുമ്പോൾ നാട്ടുകാരും ഉണ്ടാവില്ല, കുടുംബക്കാരും ഉണ്ടാവില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയാണ് ഭൂരിഭാഗം ഗൾഫുകാരും അനുഭവിക്കുന്നത്. ഞാൻ ഗൾഫുകാരെന്ന് പറഞ്ഞാൽ ഗൾഫിൽ മാത്രമേ അങ്ങനത്തെ ഉള്ളൂ. ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ ഒന്നും ഗൾഫിലേക്ക് പോകുന്നില്ല. ഏതായാലും അവരെല്ലാവരും വല്ല യൂറോപ്പിലേക്കോ അമേരിക്കയിലൊക്കെ പോയിട്ട് അവിടെ ജീവിതം ഉണ്ടാക്കുക, അവർ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പ്രശ്നമില്ലാനും. നമ്മൾക്കതല്ല, നമുക്ക് ഈ നാട് എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വല്ലാത്തൊരു വികാരമാണ്. ആ വികാരമാണ് നമ്മളെ ഈ നാടുമായിട്ട് ഇത്ര അധികം ബന്ധിപ്പിക്കുന്നതും ഈ നാട്ടിൽ ഓരോ കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും പറയും, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഈസ് വാട്ട്? ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വുമൺ എന്ന് പറയാം. ഞാനതൊന്നും മാറ്റുകയാണ്. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ പീപ്പിൾ ദർ ഈസ് ചാരിറ്റി. ചാരിറ്റി എന്നുള്ള സംഗതി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പണമാണ് വർദ്ധിക്കുന്നത്. നിങ്ങൾ ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുക. ഞാൻ ഇവിടുത്തെ ഓരോന്നല്ല, ഇപ്പോൾ ഈ വാറൻ ബഫറ്റ് പോലുള്ള വലിയ വലിയ കോടീശ്വരന്മാർ, 95% വാറൻ ബഫറ്റിൻ്റെ സമ്പാദ്യം പോകുന്നത് ചാരിറ്റിയിലേക്കാണ്. യൂസുഫ് അലി നിങ്ങൾക്കറിയാം അല്ലേ, എത്രമാത്രം ചാരിറ്റി കൊടുക്കുന്നത്. എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും പൈസ കുറവുണ്ടോ? നമ്മൾ 5 പൈസ കൊടുക്കില്ല, കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ താഴത്തേക്ക് തന്നെ പോവുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ വലുതാവുകയാണ് വാസ്തവം പറഞ്ഞാൽ. മുസ്ലിം മതവിശ്വാസികൾക്കറിയാം അല്ലേ, നമ്മുടെ സമ്പത്ത് കൃത്യമായി 2.5% അതിന്ന് കൊടുത്താലേ ആ 2.5% നമ്മളതല്ല എന്ന് പറയണേ അല്ലേ. ആ 2.5% നമ്മളതല്ല, അത് മറ്റുള്ളവൻ്റെയാണ്. അത് അവന് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ഒരു സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ കടമയാണ് ആ പൈസ മേടിച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കല്. മറ്റുള്ള എല്ലാ മതങ്ങളും പറയുന്നത് അതായത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പം നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മളാവുള്ളൂ. അപ്പം മാക്സിമം കൊടുക്കുക. കൊടുത്തോണ്ട് ഏതെങ്കിലും ഒരാളെ മറ്റുള്ളവരെ സഹായിച്ചതുകൊണ്ട് അവൻ ദുരിതത്തിലായി പോയി എന്ന് കാണിക്കുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾ ഒരു എക്സാമ്പിൾ പറയാം. അയാളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ എടുത്തിട്ട് ഒരാൾക്ക് കൊടുത്ത്, അല്ലെങ്കിൽ അയാൾ സ്ഥിരമായിട്ട് ദാനം ചെയ്യുന്ന ആളായിരുന്നു, അയാൾ നശിച്ചു പോയി എന്ന് പറയുന്ന ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഇത് കൊടുക്കാതിരുന്ന നശിച്ചു പോയ ആൾക്കാർ ഒരുപാട് കാണാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട്. ഞാൻ അധികമൊന്നും സംഭാവന പലർക്കും കൊടുക്കുന്ന ആളല്ല. കാരണം ഈ സംഭാവന കൊടുക്കുക എന്നുള്ളത് ഒരു ഹോബിയായി മാറിക്കഴിഞ്ഞാൽ സംഭാവന മേടിക്കുന്നത് അതിലേറെ ഹോബിയായി നടക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ കൺസോളിനെ വളരെ വ്യക്തമായി പഠിച്ചിട്ടുള്ളതാണ്.
ആ പഠിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് കൺസോളിന് ഞാൻ സംഭാവന കൊടുക്കുന്നത്. അതായത് ഈ ഞാൻ സംഭാവന കൊടുക്കുന്നത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട നിങ്ങൾ. ഞാൻ ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇൻകം ടാക്സ് കൊടുക്കുന്നതിൽ ഞാൻ കൊടുക്കുന്ന ഒരു സംഖ്യ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ എനിക്ക് ഇൻകം ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ പിന്നെ ഗവൺമെൻറ്റിന് കൊടുക്കണമെങ്കിൽ ഇവർക്ക് കൊടുത്താൽ പോരെ? 1 ലക്ഷം 1.5 ലക്ഷം രൂപ ഇൻകം ടാക്സിന് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 50,000 റുപ്യ ഇവർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 50,000 രൂപ ഇവർക്ക് കിട്ടുന്നു, ഗവൺമെൻറ്റിന് കൊടുക്കണ്ട ഞാൻ. പക്ഷെ ആ സംഗതിയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടി പറഞ്ഞുതരാം. കാരണം ഇപ്പോൾ വിചാരിക്കും ഇപ്പോൾ ഈ 80G പ്രകാരമൊക്കെ കൺസെഷൻ കിട്ടുമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ ന്യൂ സ്കീം ഓൾഡ് സ്കീം എന്നൊക്കെ പറഞ്ഞ് ടാക്സിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇതൊന്നും ഇനി അതിൽ കൺസിഡർ ചെയ്യാത്ത രീതിയായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ഇനിയൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കൺസോളെന്ന്. അപ്പോൾ ആ കൺസോളിൻ്റെ പാർട്ടാവുക. ഇപ്പോൾ നിങ്ങൾ പുറത്തിരുന്നിട്ടാണ് കൺസോളിനെ കാണുന്നത്. കൺസോളിൻ്റെ അകത്തേക്ക് വരിക. കൺസോളിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ആ മാനസിക സംതൃപ്തി അത് മേടിക്കാൻ നിങ്ങൾ ഈ ഒരു ജന്മം ഉണ്ടാക്കിയ പൈസ കൊണ്ട് പറ്റിയെന്ന് വരില്ല. ഒരു ഡയാലിസിസ് കൂപ്പൺ വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയിലേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. ഒരൊറ്റ പരിപാടിയിലേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ആ പരിപാടിയിൽ പോയിട്ടില്ല. അത് പോവാതിരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പോയി നിൽക്കാനുള്ള മാനസികമായ ശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ ആൾക്കാരുടെ മുഖത്ത് കാണുന്ന ആ കൃതജ്ഞത ഉണ്ടല്ലോ, ആ കൃതജ്ഞത മേടിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ജന്മം ഉണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.